അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടാവുക ഏതൊരു ഭാരതീയൻ്റെയും ഏതൊരു സനാതന ധർമ്മവിശ്വാസിയുടെയും ആഗ്രഹമായിരുന്നു എന്നതുപോലെ RSSൻ്റെയും ആഗ്രഹമായിരുന്നു. പക്ഷേ അതൊരു പൊതുപ്രസ്താവനയായി ഉറക്കെ പറഞ്ഞത് ഭാരതത്തിലെ ആധ്യാത്മിക ഗുരുനാഥന്മാരാണ്, ആചാര്യന്മാരാണ്, ധർമ്മസംസദാണ്. സന്യാസിമാരുടെ പ്രസ്ഥാനമായ ധർമ്മസംസദാണ് അയോധ്യയിൽ ആ പ്രഖ്യാപനം നടത്തിയത്. സ്വാഭാവികമായും ഞാൻ പറഞ്ഞതുപോലെ ഏതൊരു സനാതന ധർമ്മവിശ്വാസിയുടെയും മനസ്സിലെ അടങ്ങാത്ത ഒടുങ്ങാത്ത ആഗ്രഹങ്ങളിലൊന്നായ രാമജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം സ്വയം സേവകരുടെയും ആഗ്രഹമായി തീർന്നു. അതുകൊണ്ട് സംഘം അതിനെ സർവാത്മന പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. അത് മുഴുവൻ ഭാരതവും ഒരുപോലെ അതിനുവേണ്ടി പ്രയത്നിച്ചു. രണ്ടാമത്, സംഘം എപ്പോഴും പറയാറുള്ളത് അങ്ങനെയാണ്, പതുക്ക അന്തിമ ലക്ഷ്യ നഹി ഹേ സിംഹാസന ചടുത്തേ ജാന. അധികാരത്തിലെത്തലല്ല സംഘപ്രവർത്തനത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. സംഘം ശക്തി പ്രാപിക്കുമ്പോൾ ദേശീയതയ്ക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന സർക്കാർ വരിക എന്നത് അതിൻ്റെ ഒരു സ്വാഭാവിക പരിണാമം മാത്രമാണ്. അങ്ങനെ സംഭവിക്കുന്നു. കേരളത്തിലെ സംഘപ്രവർത്തനവും ഈ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് അടിസ്ഥാനപരമായി സമൂഹത്തെ സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനത്തിൽ ബഹുദൂരം മുന്നോട്ട് വന്നു. പക്ഷേ കേരളത്തിൽ നിലനിൽക്കുന്ന സാമൂഹ്യ ജാതീയ ചില സമവാക്യങ്ങളുണ്ട്, ചില പരിതസ്ഥിതികളുണ്ട്. ആ പരിതസ്ഥിതിയിൽ ഒരുപക്ഷെ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, നിങ്ങളെപ്പോലൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി മാത്രമാണ്. ആ നിലയിൽ പറയുകയാണ്, അടിസ്ഥാനപരമായ ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ന് നിലനിൽക്കുന്ന ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഇക്വേഷൻ കേരളത്തിലേത് അത് ഒരു പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ നേട്ടത്തിന് തടസ്സമായി നിൽക്കുന്നുണ്ടാകാം. പക്ഷേ അതിനും പരിവർത്തനം വന്നു തുടങ്ങിക്കഴിഞ്ഞു എന്ന് ഒരു യഥാർത്ഥ രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കാൻ കഴിയും. വരുന്ന കാലത്ത് അതും വളരെ വലിയ തോതിൽ നമ്മുടെയൊക്കെ മുന്നിൽ ആ പരിവർത്തനവും ദൃശ്യമാകും.